അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 37. ഇന്ന് നമ്മൾ ഖുർആനിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ മീം എന്നൊരു ചിഹ്നം മാത്രം കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം വഖഫ് ചെയ്യൽ അത്യാവശ്യമാണ്. ഇല്ലാത്ത പക്ഷം വാക്യങ്ങളുടെ അർത്ഥത്തിൽ വ്യത്യാസം നേരിട്ടേക്കും. ത്വ എന്ന ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. വഖഫ് ചെയ്യൽ വളരെ നല്ലതാണ്, പക്ഷേ സംസാരിക്കുന്ന വിഷയം പൂർത്തിയായിട്ടില്ല, വാചകം പൂർത്തിയായിട്ടുമുണ്ട്. ജീം എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ വഖഫ് ചെയ്യാം, വഖഫ് ചെയ്യാതിരിക്കുന്നതിനും വിരോധമില്ല. സ എന്ന് കൊടുത്തിരിക്കുന്നതിന് വഖഫ് ചെയ്യലാണ് നല്ലത്. ഖാഫ് എന്ന് കൊടുത്തിരിക്കുന്നത് വഖഫിൻ്റെ ആവശ്യമില്ല. ഖാഫ് ഫാ ചേർത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ വായിക്കുന്നവൻ കൂട്ടി വായിച്ചേക്കുവാൻ ഇടയുണ്ട്, എങ്കിലും വഖഫാണ് വേണ്ടത്. അടുത്തത് സീൻ, കാഫ്, ത്വാ, സീൻ എന്ന കൊടുത്തേക്ക് അല്പമൊന്ന് നിർത്തുക, വഖഫ് വേണ്ടതില്ല താനും. വാവ്, ഖാഫ്, ഫാ, താ എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിൽ അല്പം കൂടി അധികം നിർത്തുക. സ്വാദ് എന്ന് കൊടുത്തേക്കുന്നതിന് ചേർത്ത് വായിക്കുകയാണ് വേണ്ടത്, നിർത്തുന്നതിന് വിരോധവുമില്ല. ല എന്ന് കൊടുത്തേക്കുന്നതിന് മുമ്പും പിമ്പുമുള്ള വാക്കുകൾ തമ്മിൽ ഘടനാപരമായ ബന്ധമുള്ളതായതുകൊണ്ട് ഇവിടെ പൂർത്തിയായ വഖഫില്ല. ആയത്തിൻ്റെ സൂക്തത്തിൻ്റെ അവസാനത്തിലാണെങ്കിൽ വഖഫ് ചെയ്യാം. ഇടയ്ക്ക് വെച്ചായിരുന്നാൽ വായനക്കാരൻ വഖഫ് ചെയ്യാൻ ഹിതമുണ്ടെങ്കിലും വഖഫ് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ഇനി കുറച്ച് സിമ്പലുകളാണ്. അത് എടുത്തു കാണിക്കാൻ വകുപ്പൊന്നുമില്ല. സാധാരണ ആയത്തിൻ്റെ അറ്റത്താണ് കൊടുത്തിരിക്കുന്നത്. ആയത്തുകളുടെ അവസാനം കുറിക്കുന്നവയാണവ. ഈ ആവശ്യാർത്ഥം പലരും പല ചിഹ്നങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഈ ചിഹ്നമാണ് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. തഫ്സീർ ഉള്ളവർക്ക് അറിയാൻ പറ്റും. ആയത്തുകളുടെ അവസാനത്തിൽ നിർത്തി ഓതുകയാണ് വേണ്ടത്. ഐൻ എന്ന ചിഹ്നം കൊടുത്തെങ്കിൽ ഒരു റുക്ക് വിഭാഗം അഥവാ ഖണ്ഡിക അവസാനിച്ചു എന്നാണ് ഉദ്ദേശ്യം. സീന്, ജീമ്, ദാല്, താ എന്ന് കൊടുത്തിരിക്കുന്നതിന് ഓത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടുന്ന സ്ഥലമാണ്. പിന്നെ ഒരു മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. മദ് ദീർഘിപ്പിക്കണം എന്ന അടയാളം. ഇതിൽ അധികം ദീർഘിപ്പിക്കേണ്ടതും അല്ലാത്തതുമായ ഒന്നിലധികം തരമുണ്ട്. അവയെപ്പറ്റി അന്വേഷിച്ചറിയേണ്ടതാണ്.